തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദ് തൂങ്ങി മരിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് തള്ളി കുടുംബം. ക്യാമ്പിൽ ജാതി പീഡനവും ശാരീരിക പീഡനവും നടന്നിട്ടില്ലെന്നും ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്നുമാണ് പേരൂർക്കട പോലീസിന്റെ റിപ്പോർട്ട്. ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ ബറ്റാലിയൻ DIG അരുൾ B. കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡ് അന്വേഷിക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇതുമായി ബന്ധപ്പെട്ട് ചില ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കുടുംബം എന്താണ് പുതുതായി വിശദീകരിക്കുന്നത്? പോലീസ് റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് റിനു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത. എന്തായാലും പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആയിട്ടുള്ള ഉഴമലക്കൽ സ്വദേശി ആനന്ദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്ന് തന്നെ ഈ ആനന്ദിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുകയും ചെയ്തു. പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. ഒരു തരത്തിലും ഒരു പീഡനവും ക്യാമ്പിൽ അല്ലെങ്കിൽ ജാതിയുമായിട്ടുള്ള അധിക്ഷേപങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് നിരന്തരം ജാതീയ അധിക്ഷേപത്തിനും അതുപോലെ തന്നെ പീഡനങ്ങൾക്കും ഇരയായിരുന്നു ആനന്ദ് എന്നുള്ളതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആനന്ദ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ടിൽ അതില്ല. പക്ഷേ കുടുംബം അത് ആരോപിച്ച രംഗത്തുണ്ട്. അന്ന് തന്നെ ഇത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഞരമ്പറുത്ത ആത്മഹത്യക്ക് ശ്രമിച്ച ആനന്ദാണ് 2 ദിവസത്തിന് ശേഷം ഈ ക്യാമ്പിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും നിലവിൽ ADGP S. ശ്രീജിത്ത് അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനിതാ ബറ്റാലിയൻ ADGP അന്വേഷിക്കുമെന്നും DIG അരുൾ B. കൃഷ്ണയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട്. തന്റെ മകൻ പീഡനത്തിനും അധിക്ഷേപത്തിനും ഇരയായി എന്നുള്ള അത്തരത്തിലുള്ള ഒരു അന്വേഷണമാകും നിലവിൽ ഇനി ഉണ്ടാവുക. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.